4-ാമത്തെ അധ്യായമാണ് നമ്മുടെ വിഷയം. അപ്പം 4-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകമാണ് ചൊല്ലി വ്യാഖ്യാനിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥോധ്യായഃ ജ്ഞാനകർമ്മ സന്ന്യാസയോഗഃ. ശ്രീഭഗവാനുവാച ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസത്തെ. ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഇത് ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന 4-ാം അധ്യായത്തിലെ 25-ാം ശ്ലോകമാണ്. വേദകർത്താവായ ഭഗവാൻ താൻ തന്നെയാണിവിടെ സംസാരിക്കുന്നതെന്നും ഇത് പണ്ടേ പ്രതിപാദിക്കപ്പെട്ട സത്യമാണെന്നും പുതുതൊന്നുമല്ല എന്നും അർജുനനെ ബോധ്യപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിലെ ശ്രീകൃഷ്ണന്റെ പരിശ്രമം. അർജുനന്റെ മനസ്സിൽ തൻ്റെ സാരഥിയെക്കുറിച്ച് വേണ്ടത്ര ബഹുമാനവും ഭക്തിയും ഉണ്ടാക്കുക എന്നതും കൂടിയാണ് ഈ അധ്യായത്തിൻ്റെ ഉദ്ദേശം. ചുരുക്കത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സാധാരണ വേഷം തൽക്കാലം അഴിച്ചുവെച്ച് സർവവ്യാപിത്വത്തിൻ്റെയും സർവജ്ഞതയുടെയും ദിവ്യഭാവം പൂണ്ട് ആദ്യമായി ഈശ്വരാവതാരത്തിൻ്റെ പരിവേഷം കൈക്കൊള്ളുന്നതാണിവിടെ. കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് മനോബുദ്ധികളിൽ ഉദ്ഗ്രഥനം സാധിച്ച ധ്യാന സാധനയിലൂടെ ഉന്നത മേഖലയിലേക്ക് ഉയരുവാൻ അർഹനായിത്തീരും. അതിനാൽ ഈ അധ്യായത്തിൽ ജ്ഞാനമാർഗത്തെ വിസ്തരിച്ചിരിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം: മറ്റു ചില യോഗികൾ ദൈവയജ്ഞം അനുഷ്ഠിക്കുന്നു, വേറെ ചിലർ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ യജ്ഞത്താൽ ആഹുതി ചെയ്യുന്നു. ഈ ശ്ലോകത്തിൻ്റെ താൽപ്പര്യം എന്താണ്? ദേവബ്രഹ്മയജ്ഞങ്ങൾ ദ്യോതിക്കുക അഥവാ പരിശോധിക്കുക എന്ന അർത്ഥം വരുന്ന ദ്യോതാതുവിൽ നിന്നാണ് ദേവപദത്തിൻ്റെ നിഷ്പത്തി. ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെ ദേവന്മാർ. യോഗികൾ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ വിഷയഗ്രഹണം സാധിക്കുന്നത് ഇന്ദ്രിയ ചോദനകൾ വഴിയാണ്. അതിനാൽ വിഷയവസ്തുക്കൾ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുവാനായി നിരന്തരം ഹോമിക്കപ്പെടുന്ന നിലയിലാണ് അവരതിനെ കാണുന്നത്. ഈ മനോഭാവം തുടർച്ചയായി നിലനിർത്തിയ ഒരുവൻ വിഷയാനുഭവങ്ങളിൽ ആസക്തനാകാതെ ആന്തരശാന്തി കൈവരിക്കും. ഇതാണ് ദേവയജ്ഞം. ഇനി ബ്രഹ്മയജ്ഞം. ബ്രഹ്മത്തെ ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മത്താൽ ഹോമിക്കുന്നു. കർമ്മങ്ങൾ ലോകസേവയ്ക്കായി ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്നും മോചിക്കുവാനും എങ്ങനെ സാധിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ പ്രസ്താവം. ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയെന്ന് ബോധിക്കുന്നത് ജീവഭാവത്തെ ബ്രഹ്മഭാവത്തിൽ ഹോമിക്കൽ എന്നതാണ് ആചാര്യസ്വാമികൾ ബ്രഹ്മയജ്ഞത്തിനു നൽകുന്ന വ്യാഖ്യാനം. ഈ യജ്ഞമാതൃകയിൽ ഇന്ദ്രിയ സംയമനമാണ് പറഞ്ഞിരിക്കുന്നത്.
ഗണാനാം പതിം ത്രിനേത്ര തനയം ഗണാനാം പതിം ത്രിനേത്ര തനയം നമാമിതം ത്രിഭുവനൈക ശരണം ഗണാനാം പതിം ത്രിനേത്ര തനയം നമാമിതം ത്രിഭുവനൈക ശരണം ഗജേന്ദ്രവദനം കരുണാസദനം ഗജേന്ദ്രവദനം കരുണാസദനം ഗൗരീസുതം ശ്രുതം ജനാർത്തിഹരണം ഗൗരീസുതം ശ്രുതജനാർത്തിഹരണം ചിരന്തനം ജനമനോഭിരാമം നിതാന്തതേജോവലയിതവദനം ചിരന്തനം ജനമനോഭിരാമം നിതാന്തതേജോവലയിതവദനം മഹാമതിം ഗണപതിം സുചരിതം സമാശ്രയേ ജദദിനേശമഹസം മഹാമതിം ഗണപതിം സുചരിതം സമാശ്രയേ ജദദിനേശമഹസം ഗണാനാം പതിം ത്രിനേത്ര തനയം നമാമിതം ത്രിഭുവനൈക ശരണം സദാ സുസ്മിതം സുരുചിരവദനം സദാ സുസ്മിതം സുരുചിരവദനം സുശോഭിഗണ്ഠം തം വക്രതുണ്ഡം സമസ്തവിഘ്നം വിനാശനചതുരം സമസ്തവിഘ്നം വിനാശനചതുരം ധനേശമദഹരം ഉമേശ സുകൃതം ധനേശമദഹരം ഉമേശ സുകൃതം പദേ പദേ മമ സഹായമദിദം സദാം ഗതിം ജനഹിതേഷു നിരതം പ്രസന്നഭാവം ഭരണേ നിപുണം ഭജേ ഗണേശം ഗുണഗണനിലയം ഗണാനാം പതിം ത്രിനേത്ര തനയം നമാമിതം ത്രിഭുവനൈക ശരണം ആ
കാളന്തി അവിടത്തേക്ക് സ്വസ്തി ഭവിക്കട്ടെ. വിഷമമേതുമില്ലാതെ ഞങ്ങളെ ഇക്കരെ എത്തിച്ചല്ലോ. എൻ്റെ ജീവനാഥന്റെ വ്രതം നിർവിഘ്നം അവസാനിപ്പിച്ച് ഇക്ഷ്വാകു രാജപാലിതമായ അയോധ്യ നഗരിയിൽ എത്തിയ ഉടനെ തന്നെ ഗോശാസ്ത്രങ്ങളെ കൊണ്ട് ഞാൻ ദേവിയെ പൂജിക്കുന്നതാണ്. ഇതാ ഭരദ്വാജ മുനി പറഞ്ഞ പേരാൽ അശോകം. മഹാന്മാരായ സിദ്ധന്മാർ ഈ വൃക്ഷത്തിൽ വസിക്കുന്നുണ്ടെന്നല്ലേ മഹർഷി വര്യൻ പറഞ്ഞത്? ഇത് തന്നെ ആയിരിക്കും ആ പേരാൽ. ഹേ മഹാവൃക്ഷമേ, ജനകരാജപുത്രി സീത സാഷ്ടാംഗം നമിക്കുന്നു. ഈ 14 വർഷക്കാലം നിർവിഘ്നം വ്രതങ്ങൾ നോക്കി എൻ്റെ ജീവനാഥനോട് കൂടി അയോധ്യയിലെത്തി അമ്മമാരെ കാണാൻ ഇടവരുത്തേണമേ. ലക്ഷ്മണ, നീ സീതയും കൊണ്ട് മുമ്പിൽ നടക്കൂ. ശാപബാണധാരിയായ ഞാൻ നിങ്ങളെ രക്ഷിച്ച് പിന്നാലെയുണ്ട്. എന്തെങ്കിലും പുഷ്പമോ ഫലമോ മറ്റോ സീത ആഗ്രഹിച്ചാവശ്യപ്പെട്ടാൽ നീ അതവൾക്ക് സാധിച്ചു കൊടുക്കണം. സീതേ, പൂത്തു നിൽക്കുന്ന പ്ലാഷ് നോക്കൂ. സ്വന്തം പുഷ്പങ്ങളെ കൊണ്ട് മാലണിഞ്ഞു നിൽക്കുന്നു. ഈ വൃക്ഷങ്ങൾ ശിശിര ഋതുവിന്റെ അവസാനത്തിൽ കാണുമ്പോൾ തീ ആളി കത്തുന്നത് പോലെയാണ് തോന്നുന്നത്, അല്ലേ സീതേ? ജ്യേഷ്ഠത്തി, വലിയ വലിയ പാറകൾ കെട്ടിത്തൂക്കിയതുപോലെ തൂങ്ങി നിൽക്കുന്ന ആ തേനീച്ച കുടിൽ നോക്കൂ. ആ മരത്തിൽ ആ കാണുന്നതാണ് ചിത്രകൂട പർവ്വതം. പുണ്യങ്ങളുടെ സംഗീത സ്ഥാനമാണ്, സംശയമില്ല. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടക്കാം. ഇതായിരിക്കും ഭരദ്വാജ മുനി പറഞ്ഞ ആശ്രമം, വാൽമീകി മഹർഷിയുടെ ആശ്രമം. ദേ മഹർഷി, മഹർഷി, ഈ രാമൻ നമസ്കരിക്കുന്നു. പ്രഭോ, ഉപവിഷ്ടനായാലും. മുനെ, പിതാവിന്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണനെയും സീതയും കൂട്ടി ഞാൻ വനത്തിലേക്ക് പുറപ്പെട്ടു. ഇതിന്റെ കാരണമൊന്നും ഞാൻ പറയാതെ തന്നെ ത്രിലോകവീതാന്തിയായ അങ്ങയ്ക്കറിയാമല്ലോ. ഇന്നലെ ഞങ്ങൾ ആ നദിക്കരയിലെ അദ്വൈതാശ്രമത്തിലാണ് കഴിച്ചുകൂട്ടിയത്. അദ്ദേഹമാണ് ഞങ്ങളെ ചിത്രകൂട പർവ്വതത്തിന്റെ സമീപത്തേക്ക് വഴികാട്ടിയത്. ഈ പരിസരത്ത് എവിടെയെങ്കിലും കുറേ കാലം താമസിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങേ പോലുള്ള ദിവ്യമ്മ വസിക്കുന്ന പ്രദേശങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. സകല ലോകങ്ങളിലും അധിവസിക്കുന്ന അങ്ങയ്ക്ക് താമസിക്കാനുള്ള സ്ഥലമാണോ നാം കണ്ടുപിടിച്ചു തരാൻ അങ്ങ് ആവശ്യപ്പെടുന്നത്? ഈ സകല ലോകവും അങ്ങയിലല്ലേ അധിവസിക്കുന്നത്? ഈ കാടാണോ അങ്ങയ്ക്ക് യോഗ്യമായിട്ടുള്ളത്? ഒരിക്കലുമല്ല. അന്യരിൽ ദോഷചിന്തയില്ലാതെ അങ്ങയെ മാത്രം ശാന്തമായി ഭജിക്കുന്നവരുണ്ട്. അവരുടെ മനസ്സാണ് അങ്ങയ്ക്ക് സുഖവാസത്തിന് പറ്റിയ സ്ഥലം.
അങ്ങനെയുള്ള ഭക്തന്മാർ സകല ധർമ്മവും ഭവാനിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ളത് ലഭിക്കുന്നുവെങ്കിൽ അവർക്ക് സന്തോഷമില്ല, അനിഷ്ടമാണ് ലഭിക്കുന്നുവെങ്കിൽ അവർക്ക് ദുഃഖവുമില്ല. അവരുടെ ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം ഇതെല്ലാം ശരീരത്തിനെ മാത്രമാണ് ബാധിക്കുന്നത്. ദാഹവും വിശപ്പും എല്ലാം ശരീരത്തിനെ മാത്രമാണ് ബാധിക്കുന്നത്. ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ ഭക്തർ. അവരുടെ മനസ്സിലാണ് അങ്ങ് സീതാസമേതനായി സുഖമായി വസിക്കേണ്ടത്. മഹർഷിയെ, അങ്ങയുടെ ജീവിതകഥയെപ്പറ്റി കുറച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കഥ അങ്ങു തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. കാതുകൾക്ക് അമൃതാവുന്ന രാമനാഥത്തിന്റെ മഹത്വം ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല. ആ രാമനാഥമാണ് എന്നെ ബ്രഹ്മർഷിയാക്കിയത്. ദുർബുദ്ധിയായ ഞാൻ പണ്ട് കാട്ടാളന്മാരോട് ചേർന്ന് എന്തെല്ലാം മര്യാദകേടുകൾ കാണിച്ചു. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടും ബ്രാഹ്മണോചിതമായ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു ശൂദ്ര സ്ത്രീയോടൊപ്പമാണ് ഞാൻ ജീവിച്ചത്. അവളിൽ എനിക്ക് ധാരാളം പുത്രന്മാരുണ്ടായി. അതാ ഒരു മാൻ, ഒരു മാൻ. അതാ ഒരു ബ്രാഹ്മണൻ വരുന്നുണ്ട്, കയ്യിലൊരു ഭാണ്ഡവുമുണ്ട്. വരട്ടെ വരട്ടെ. എടുക്ക് എടുക്ക്, കയ്യിലുള്ള ഭാണ്ഡം എടുക്ക്. നാണമില്ലാതെ കാട്ടാളന്മാരോട് ചേർന്ന് എത്രയോ വന്യമൃഗങ്ങളെ ഞാൻ ചതിച്ചു കൊന്നിരിക്കുന്നു. എത്രയോ ബ്രാഹ്മണരെ ഞാൻ കൊള്ളയടിച്ചു. അങ്ങനെ ഒരിക്കൽ ഒരു കൂട്ടം മഹാത്മാന്മാരായ സപ്തഋഷിമാർ എന്റെ അരികിലെത്തി, ഈ ദുഷ്ടന്റെ അരികിലെത്തി. നിൽക്കവിടെ, എടുക്ക്, കയ്യിലുള്ള ഭാണ്ഡങ്ങളെല്ലാം എടുക്ക്. ദുഷ്ട, കൊടുങ്കാട്ടിൽ നീ എന്തു ചെയ്യുന്നു? ഞാനോ കൊള്ളയടിക്കുന്നു, നിങ്ങളെയും കൊള്ളയടിക്കും. എനിക്കുമുണ്ട് ഭാര്യയും മക്കളുമൊക്കെ. അവർക്കുമില്ലേ വിശപ്പും ദാഹവും? അത് ശമിപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. അതിന് ഞാൻ കൊള്ളയടിക്കും, പിടിച്ചു പറിക്കും. ഓഹോ, നീ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണല്ലേ ഈ പാപമൊക്കെ ചെയ്യുന്നത്? എങ്കിൽ നീ ഉടനെ ചെന്ന് നിന്റെ ഭാര്യയോടും മക്കളോടും ചോദിക്കൂ. ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഭാവഫലവും പങ്കിട്ടെടുക്കുവാൻ അവർ തയ്യാറാണോ എന്ന്. നീ മറുപടിയുമായി വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. ശരി, ഞാൻ പോയി ചോദിച്ചു വരാം. അതുവരെ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ചോദിച്ചു എന്റെ ഭാര്യയോടും മക്കളോടും. അവർ പറഞ്ഞ മറുപടി എന്തെന്നോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന പാപങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടുക തന്നെ. എന്റെ പാപഫലമൊന്നും അവർക്ക് വേണ്ടത്രേ. ആ മറുപടിയിൽ മനം നൊന്ത് തല താഴ്ത്തിയാണ് ഞാൻ സപ്തഋഷിമാരുടെ അടുത്തെത്തിയത്. അങ്ങനെ എന്നിൽ ദയ തോന്നി അവർ രാമനാമം വിപരീതമായി പറഞ്ഞു തന്നു. മര. അങ്ങനെ ഇവിടെ ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഞാൻ മനസ്സ് ഏകാന്തമായി ജപം തുടർന്നു. മര 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 മര. എൻ്റെ ചുറ്റും പുറ്റു വളർന്നു. ചുറ്റുപാട് എന്തെന്നറിയാതെ രാമനാഥം മാത്രം ജപിച്ചുകൊണ്ടിരുന്ന എന്നെ പുറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് തന്നെ ആ സപ്തർഷികളാണ്. അങ്ങനെ രത്നാകരൻ എന്ന എന്നെ അവർ വാത്മീകി എന്ന പേരിട്ട് വിളിച്ചു. പണ്ടെന്നോ ഞാൻ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണിത്. അങ്ങ് ഈ ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്ത് മഹാസാക്തികൾ വാണരുളുന്ന ഈ പുണ്യപ്രദേശത്ത് ഞങ്ങൾക്ക് ആശ്രമം സ്ഥാപിക്കാൻ പറ്റിയൊരു സ്ഥലം കാണിച്ചു തന്നാലും മുനെ. ശരി,
സീതാദേവിയോടൊത്ത് അങ്ങയ്ക്ക് ആനന്ദപ്രദമായി താമസിക്കാൻ ഞാനൊരു ഇടം കാണിക്കാം. എൻ്റെ കൂടെ വന്നാലും. അതാ ആ ചിത്രകൂട പർവ്വതത്തിനും ഗംഗാ നദിക്കും ഇടയിലായ ആ ഭാഗം. അങ്ങയ്ക്ക് സീതാ ലക്ഷ്മണ സമേതനായി ആശ്രമം സ്ഥാപിക്കാൻ ഉചിതമായിരിക്കും. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ഗതാഃ. ഇതിന്റെ സാമാന്യ അർത്ഥം ഭഗവാൻ പറയുന്നു, ജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പരമമായ സത്യത്തെ മനസ്സിലാക്കി ഋഷിമാർ ഈ സംസാര ലോകത്തിൽ മുക്തരായി ജീവിക്കുന്നു. ആ ജ്ഞാനം ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ആദ്യം ഒരു ചെറിയ കഥ പറയാം. ഒരു ദിവസം ശക്തി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരാന ക്ലാസ്സിന് ഉള്ളിലേക്ക് ഓടിക്കേറി വന്നു. തുമ്മിക്കൈ കൊണ്ട് ബെഞ്ചും ഡെസ്കും എല്ലാം എടുത്തെറിയുന്നു. ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഒരു മൂലയ്ക്ക് മായന്റെ അടുത്ത് പേടിച്ച് വിറച്ചു നിൽക്കുന്നു. ഏത് നിമിഷവും ആന ഞങ്ങളുടെ അടുത്തേക്ക് വരാം. ആ തുമ്പിക്കൈ കൊണ്ട് ഞങ്ങളെയും വാരിയെടുക്കാം. ഇനി എന്ത് ചെയ്യും? ഗണപതി ഭഗവാനെ രക്ഷിക്കണേ, ഗണേശ രക്ഷിക്കണേ, വിഘ്നേശ്വര രക്ഷിക്കണേ. പെട്ടെന്നൊരു ശബ്ദം. ശക്തി മതി പറയുന്നത് ഓൺലൈൻ ക്ലാസ് തുടങ്ങാറായി. ഞാൻ പതുക്കെ കണ്ണു തുറന്നു. നോക്കിയപ്പോ മുമ്പിൽ ആനയുമില്ല, ക്ലാസ്സും ഇല്ല, കൂട്ടുകാരും ഇല്ല. ശക്തി വീട്ടിലെ കട്ടിൽ കിടക്കുന്നു. അമ്മ അടുത്ത് ചിരിച്ചോണ്ട് നിൽക്കുന്നു. ഓഹോ, ഞാൻ ഇത്രയും നേരം കണ്ടത് വെറും സ്വപ്നമായിരുന്നോ? എനിക്ക് ആശ്വാസമായി. ഇതുപോലെയാണ് നമ്മൾ കാണുന്ന ഈ ലോകത്തിലെ ദുഃഖവും വിഷമങ്ങളും. നമ്മളെല്ലാം അതൊക്കെ നമ്മൾ കണ്ട് പേടിച്ച് വിറച്ച് കരയും, ചിലപ്പോൾ സന്തോഷിക്കും. ഒരു ഊഞ്ഞാൽ ആടുന്ന പോലെയാണ് സന്തോഷം സങ്കടം എന്ന് അമുത്തമ്മ പറയാറില്ലേ? കുറച്ചേരം സങ്കടം, പിന്നെയും സന്തോഷം, പിന്നെയും സങ്കടം, പിന്നെയും സന്തോഷം, പിന്നെയും സങ്കടം, പിന്നെയും സന്തോഷം. ഇതിനെയാണ് ഭഗവാൻ സംസാരം എന്ന് പറയുന്നത്. നമ്മൾ ആ സംസാരത്തിൽ വീണ് വിഷമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ സത്യം മനസ്സിലാക്കിയ ഋഷിമാർ ഇത് വെറും ഉറക്കത്തിലെ സ്വപ്നമാണെന്ന് മനസ്സിലാക്കി എപ്പോഴും ആനത്തിൽ നിൽക്കും. ആന സ്വപ്നത്തിലാണെന്ന് അറിഞ്ഞപ്പോ എന്റെ പേടി പോയതുപോലെ ശരിയായ അറിവുണ്ടാവുമ്പോൾ നമുക്കും ആ സംസാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ആ അറിവ് എല്ലാ അറിവിനെക്കാളും ഉയർന്നതും അത് നല്ലതാണെന്നും അത് പറഞ്ഞു തരാമെന്നും ഭഗവാൻ പറയുന്നു. അറിവ് എല്ലാവർക്കും നേടാൻ കഴിയട്ടെ, ഈ സ്വപ്നത്തിൽ നിന്നും ഉണരാൻ കഴിയട്ടെ. അതിന് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ലോകാവ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.